ഹായ് ഡിയേഴ്സ്, എല്ലായിടത്തും അഡ്മിഷൻ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. അതേപോലെ MG യൂണിവേഴ്സിറ്റിയിലും ഇതാ ഡിഗ്രി അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആപ്ലിക്കേഷൻസ് നിങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവും, കുറേ പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവും, കുറേ പേര് ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുക്കാനിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ആപ്ലിക്കേഷൻ സംബന്ധമായി ഒരുപാട് ഡൗട്ടുണ്ട്, ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിക്കുകയാണ്, ചേച്ചി ഞാൻ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തു MG യൂണിവേഴ്സിറ്റിയിൽ കേട്ടോ. ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തു, ഫുള്ള് ഫില്ല് ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവിടെ ഞാൻ 2020 എന്നാണ് കൊടുത്തത്. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതേപോലെ വേറെ കുറേ കുട്ടികൾ ചോദിച്ചൊരു ഡൗട്ടാണ്, ചേച്ചി എനിക്ക് ഒരുപാട് മാർക്കൊന്നുമില്ല, കുറച്ച് മാർക്ക് കുറവാണ്, അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ആ ഡൗട്ടൊക്കെ നമുക്കിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേഷനൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഡൗട്ട്, ക്യാൻ ആൻ അപ്ലിക്കൻറ്റ് മോഡിഫൈ ദ ഡാറ്റ ആഫ്റ്റർ ദ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ? ആപ്ലിക്കേഷൻ നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്തു, ഡിഗ്രിക്ക് ഓപ്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തു, എല്ലാം റെഡി ആയിട്ടോ, എല്ലാം പക്കായി. നൗ ക്യാൻ വി മോഡിഫൈ ദ ഡാറ്റ ആഫ്റ്റർ സബ്മിഷൻ? സബ്മിറ്റ് ചെയ്തു പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നത്, ഓൾ ദ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എക്സെപ്റ്റ് അപ്ലിക്കൻസ് നെയിം ആൻഡ് കാറ്റഗറി ക്യാൻ ബി മോഡിഫൈഡ് and change the college program, make addition or deletion of colleges courses within the time period prescribed by the university after trial allotment. അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനോ ഒരു എഡിറ്റ് ചെയ്യാനോ ഉള്ളൊരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തരും. ഒരു കറക്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്, അഥവാ ഒരു സ്പെല്ലിങ് മാറിപ്പോയി, ആ സ്പെല്ലിങ് ചേഞ്ച് ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി ഒരു ടൈം തരുന്നതായിരിക്കും. എപ്പം? ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം. അപ്പോൾ എന്തൊക്കെ മാറ്റാം? നിങ്ങൾക്ക് അപ്ലിക്കൻസ് നെയിമും കാറ്റഗറിയും, അതായത് കാറ്റഗറി റിസർവേഷൻ ബേസ്ഡ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്ലിക്കൻസ് നെയിമും കാറ്റഗറിയും ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയുള്ള മിസ്റ്റേക്സ്, അതേപോലെ കോളേജ് പ്രോഗ്രാംസും കോഴ്സസൊക്കെ നമ്മൾ കൊടുത്തിട്ടില്ല, അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കിട്ടുന്നതാണ്. സോ അടുത്തേക്ക് മൂവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡൗട്ട്, ഹൗ ക്യാൻ ഐ അപ്ലൈ ഫോർ അഡ്മിഷൻ ടു എ സീറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കോട്ട? എനിക്ക് മാർക്ക് കുറവാണ്, അപ്പോൾ സീറ്റ് എങ്ങനെ കിട്ടും? അപ്പോൾ ഉള്ളൊരു ഓപ്ഷനാണ് മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. Admission to seats under management quota does not come under the purview of CAP. Candidates who wish to apply to seats under management quota shall apply directly to college concerned. However, such candidates should apply through CAP initially and submit the copy of application, CAP application number, to college where candidate wish to apply for management quota. അതായത് ആദ്യം തന്നെ ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, അതൊരു മസ്റ്റാണ്. ഇനി മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ആ കോളേജിനെ, ആ കൺസേൺ കോളേജിനെ നമ്മൾ പോയി കാണണം, അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. എന്നിട്ട് ആ കോളേജാണ് ഡിസൈഡ് ചെയ്യുക ആർക്കാണ് ഈ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ കോളേജിനെ കാണുന്ന സമയത്ത് നമ്മൾ ഈ ക്യാപ്പിൻ്റെ അപ്ലിക്കേഷൻ ഫോമും കൂടി കൊടുക്കണം. അതായത് ക്യാപ്പ് അപ്ലിക്കേഷൻ നമ്പറും നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസിൻ്റെ ഒരു കോപ്പി കൂടെ ആ കോളേജിൽ കൊടുക്കേണ്ടി വരും. അവിടെ എനിവേ ആ സീറ്റ് ആർക്ക് കൊടുക്കണം എന്ന് ആ കോളേജിൻ്റെയും ആ മാനേജ്മെൻറ്റിൻ്റെയും തീരുമാനമായിരിക്കും. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് എവിടെയാണ് അവൈലബിൾ ആവുക? എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് കോളേജസിൽ കിട്ടും. ഗവൺമെൻറ് കോളേജസിൽ മാനേജ്മെൻറ്റ് കോട്ട ഇല്ല, മാനേജ്മെൻറ്റ് സീറ്റ്സ് ഇല്ല, ബിക്കോസ് ഇറ്റ്സ് റൺ ബൈ ഗവൺമെൻറ്. ഒരു മാനേജ്മെൻറ്റ് റൺ ചെയ്യുന്ന കോളേജസ് ആയ എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് കോളേജസ്, സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെയാണ് മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ കോളേജിനെ അപ്രോച്ച് ചെയ്താൽ you can get those seats. Okay, let's move on. Next is about sports quota. How can I apply for admission to a seat under sports quota? ഞാൻ സ്പോർട്സിൽ വളരെ എക്സലൻ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്ടിൽ എനിക്ക് സ്റ്റേറ്റ് ലെവൽ ട്രോഫീസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സ് കോട്ട അഡ്മിഷൻ എനിക്ക് കിട്ടുമോ? എങ്ങനെയാണത് ചെയ്യാം?
യൂണിവേഴ്സിറ്റി എന്താ പറയുന്നത്? 2 seats in each program for sports and games and 1 seat in each program for cultural activities are reserved for person proficient in these activities. Candidates seeking admission under these categories shall apply through CAP. അപ്പോൾ സ്പോർട്സ് കോട്ടയ്ക്ക് നമ്മൾ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഒന്നും കൊടുക്കേണ്ടതില്ല. എല്ലാ പ്രോഗ്രാമിലും 2 സീറ്റ്സ് സ്പോർട്സ് ആൻഡ് ഗെയിംസിനും 1 സീറ്റ് കൾച്ചറൽ ആക്ടിവിറ്റിക്കും റിസർവ്ഡ് ആണ്. നമുക്കുള്ള കിട്ടുന്ന റിസർവേഷൻ ആണ്. അപ്പോൾ ക്യാപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഓപ്ഷൻസ് നമ്മൾ കൊടുത്താൽ നമുക്ക് സ്പോർട്സ് കോട്ട അഡ്മിഷൻ എക്സ്ട്രാ ഒരു റിസർവേഷനായ സ്പോർട്സ് കോട്ട കൾച്ചറൽ കോട്ട ആയിട്ടുള്ള റിസർവേഷനും കൂടി നമുക്ക് കിട്ടുന്നതാണ്. സോ ദിസ് ഇസ് അബൌട്ട് സ്പോർട്സ് കോട്ട. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു തരത്തിലുള്ള റിസർവേഷൻ നോക്കാം. I am a person belonging to SEBC category and my annual family income is above rupees 8 lakhs. Am I eligible for reservation of seats under SEBC category? അപ്പോൾ എന്താ SEBC category? It's socially and educationally backward classes. സോ SEBC കാറ്റഗറിയിലാണ്. പക്ഷെ എന്താണ്, വേറൊരു കണ്ടീഷൻ ഉണ്ട്. മൈ ആനുവൽ ഫാമിലി ഇൻകം ഇസ് എബവ് 8 lakhs. അപ്പോൾ എനിക്ക് SEBC കാറ്റഗറി റിസർവേഷൻ കിട്ടുമോന്നാണ്. നോക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്താ പറഞ്ഞത്? ഓൺലി കാൻഡിഡേറ്റ്സ് ഹൂസ് ആനുവൽ ഫാമിലി ഇൻകം ഇസ് എബവ് rupees 8 lakhs ആർ എലിജിബിൾ ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ്സ് അണ്ടർ SEBC കാറ്റഗറി. Such candidates should submit non-creamy layer certificate from revenue authority concerned. 8 lakhsന് മുകളിൽ ആനുവൽ ഇൻകം ആണെങ്കിൽ SEBC കാറ്റഗറി റിസർവേഷൻ കിട്ടുന്നതല്ല. സോ യുവർ ആനുവൽ ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 8 lakhs. അതുമല്ല, അപ്പം നമ്മൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിനോ അല്ലെങ്കിൽ അതർ റവന്യൂ അതോറിറ്റിന്നോ വാങ്ങിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് SEBC കാറ്റഗറി റിസർവേഷൻ കിട്ടുക. സോ നെക്സ്റ്റ്, ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഡൗട്ട് നോക്കാം. ഐ ആം in possession of NCC and NSS certificates for participation in NCC NSS activities. Can I claim bonus marks for both activities? ഞാൻ NCCയിലും ഉണ്ടായിരുന്നു, NSSലും ഉണ്ടായിരുന്നു. ബോത്ത് സർട്ടിഫിക്കറ്റ്സും കയ്യിലുണ്ട്. അപ്പോൾ ഈ 2 റിസർവേഷനും വെച്ചിട്ട് 2 ബോണസ് മാർക്സ് കൂടി ആഡ് ചെയ്യോ എൻ്റെ ഇൻഡെക്സ് മാർക്കിൽ? ഒരു വാലിഡ് ക്വസ്റ്റ്യൻ അല്ലേ, ഒരുപാട് പേർക്ക് ഉള്ള ഒരു വാലിഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താ ആൻസർ നോക്കാം. ബോണസ് മാർക്സ് ആർ അലൗഡ് ഓൺലി ഫോർ 1 ആക്ടിവിറ്റി. ഇപ്പോൾ NCCയിലും NSSലും ഉണ്ട് വിചാരിച്ചിട്ട് 2നും എക്സ്ട്രാ ബോണസ് പോയിന്റ്സ് കിട്ടുന്നതല്ല. ഇനി 1 ഓഫ് ദ NCC ഓർ NSS സർട്ടിഫിക്കറ്റ്സ് മാത്രമാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയൻ ഫോർ അപ്ലൈയിങ് അണ്ടർ കമ്മ്യൂണിറ്റി കോട്ട? അപ്പോൾ എന്തായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട? ചില കോളേജസ് ചില കമ്മ്യൂണിറ്റി ആവും റൺ ചെയ്യുന്നത്. അതിൻ്റെ മാനേജ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിരിക്കും. ലൈക്ക് NSS കോളേജസ്, MES കോളേജസ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ക്രിസ്ത്യൻ മിഷണറീൻ്റെ ഒരുപാട് കോളേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കോളേജസിൻ്റെ മാനേജ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിരിക്കും. നമ്മൾ ആ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് 20 അല്ലെങ്കിൽ 10% റിസർവേഷൻ എക്സ്ട്രാ കിട്ടും. അതിന് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Selection of candidates under community quota is on the basis of merit marks plus bonus marks if any. Seats under community quota are filled by respective managements. അപ്പോൾ ഇതിന് ക്യാപ്പ് അല്ല രജിസ്ട്രി, ക്യാപ്പ് അല്ല നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻസ് നോക്കുന്നത്. അതായത് ആ കോളേജസ് ആണ് അല്ലെങ്കിൽ ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ്സ് ആണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻസ് നോക്കുന്നത്. അപ്പോൾ ക്യാപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ അവിടെ നമ്മളെ കമ്മ്യൂണിറ്റിയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓപ്റ്റ് ചെയ്ത കോളേജസിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ലിസ്റ്റ് പോകുന്നതായിരിക്കും. അതായത് ഈ കോളേജസിൽ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ട എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ആ കോളേജസിലേക്ക് നമ്മളുടെ ലിസ്റ്റ് പോകുന്നതായിരിക്കും. അങ്ങനെ ആ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ കോളേജ് നമുക്ക് അഡ്മിഷൻ തരും. എന്തിൻ്റെ ബേസിസിൽ? മെറിറ്റ് മാർക്സ് ആൻഡ് ബോണസ് മാർക്സ്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഒരുവിധം കോമൺ ഡൗട്ട്സ് ഒക്കെ ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഈ ഡൗട്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.